പിതൃസ്മരണയിൽ ഇന്ന് കർക്കിടക വാവ്. പിതൃമോക്ഷ പ്രാപ്തിക്കായി ബലിയിട്ട് സായുജ്യമടഞ്ഞ ജനലക്ഷങ്ങൾ. മഴയെപ്പോലും അവഗണിച്ചാണ് ഭക്തർ ബലിതർപ്പണം നടത്തിയത്. ജില്ലയിൽ വിവിധ ക്ഷേത്രങ്ങളിലായി 1.5 ലക്ഷത്തിലധികം പേരാണ് പിതൃസ്മരണയിൽ ബലിതർപ്പണം നടത്തിയത്. ദക്ഷിണായനത്തിന്റെ ആരംഭമാണ് കർക്കിടകവാവ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. മരിച്ചുപോയ പൂർവികർക്കായി ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന കർമ്മമാണ് പിതൃതർപ്പണ ദിവസം ചെയ്യുന്ന ശ്രാദ്ധം. പിൻഗാമികൾ പൂർവികർക്ക് നൽകുന്ന സമർപ്പണമാണ് പിതൃതർപ്പണം. മരിച്ചുപോയ പിതൃക്കൾക്കായി ഹൈന്ദവർ ചെയ്യുന്ന ഒരു കർമ്മമാണ് തർപ്പണം. അരി, പൂവ്, ജലം, എല്ല് തുടങ്ങിയവയാണ് തർപ്പണം ചെയ്യുക. വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്ന ശ്രാദ്ധകർമ്മം ആത്മാക്കൾക്ക് ഒരു വർഷത്തെ അന്നദാനമാണെന്നാണ് വിശ്വാസം. മരിച്ചുപോയ ആത്മാക്കളെ മനസ്സിൽ ധ്യാനിച്ച് ചെയ്യുന്ന കർമ്മം പുണ്യമായി കരുതപ്പെടുന്നു. പെയ്തിറങ്ങിയ മഴത്തുള്ളികളെ അനുഗ്രഹമായി കണ്ട ആയിരക്കണക്കിന് വിശ്വാസികൾ പെരിയാറിനെ സാക്ഷിയാക്കി ബലിതർപ്പണം നടത്തി. പിതൃസ്മരണയാൽ തർപ്പണം നടത്തുന്നതിനിടെ പലരുടെയും കണ്ണുകളിൽ ചെറുമഴയിലും ഈറനണിഞ്ഞിരുന്നു. ജില്ലയിൽ വിവിധ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണത്തിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ഓരോ ക്ഷേത്രങ്ങളിലും ആയിരക്കണക്കിന് ഭക്തരാണ് ബലിതർപ്പണം നടത്തിയത്. കർക്കിടക മാസത്തിലെ വാവിന്റെ തലേ ദിവസം ഒരിക്കലിരുന്ന ഭക്തർ വാവിന്റെ അന്ന് ബലിതർപ്പണം നടത്തി സായുജ്യമടയും. 10,000-ഓളം പേരാണ് ഇന്ന് പിതൃമോക്ഷം നേടി അയ്യപ്പൻ കോവിലിലെത്തിയത്. നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധി ഭവതു മേ സദാ. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം ഈശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജംഭോ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. അയ്യപ്പൻ കോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ഹൈറേഞ്ചിലെ ഏറ്റവും അധികം പേർ ബലിതർപ്പണം നടത്തി സായുജ്യമടഞ്ഞത്. പെരിയാറ്റിൽ വെള്ളം കയറി കിടക്കുന്നതിനാൽ ഫയർഫോഴ്സും പോലീസും പുലർച്ചെ മുതൽ സേവന സന്നദ്ധരായിരുന്നു. പുണ്യനദിയായ പെരിയാർ നിമഞ്ജനത്തിനും ബലിതർപ്പണത്തിനും പ്രശസ്തമാണ്. പെരിയാറിന്റെ തീരത്തുള്ള ക്ഷേത്രമായതിനാലാണ് ബലിതർപ്പണത്തിന് അയ്യപ്പൻ കോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തിരക്ക് കൂടുതലായും ഉണ്ടാവുന്നത്. പിതൃമോക്ഷത്തിനായുള്ള പിതൃപൂജയും വഴിപാടുകളും ക്ഷേത്രത്തിൽ നടത്തുകയും ചെയ്തു. പൂജകൾക്ക് ശേഷം കർക്കിടക കഞ്ഞി വിതരണവും സൗജന്യമായി ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.